എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദ്രേഷ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചവര്. പലർക്കും ഒരു സംശയം കാണും, ഇപ്പം ഒത്തിരി പറ്റീരും വെട്ടീരും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഓൺലൈനിൽ. അപ്പം പുതിയ ഒരാളുടെ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അത് കിട്ടുമോ, ആള് ജെനുവിൻ ആണോ എന്നൊക്കെ സംശയിക്കുന്നവരെ ഒരു കുറ്റവും പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് കമന്റിൽ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാലോ, അടീനിയത്തിന്റെ സീരീസ് 3 ആണ്. ചിലതൊക്കെ സക്സസ് ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സക്സസ് ആയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പറയൂ. ഒരു 2 വാക്കിൽ നിങ്ങൾക്കൊരു മറുപടി പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരാൾ ഇങ്ങനെ ചങ്ക് പൊട്ടിക്കിടന്ന് ഓരോ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കൂടെ ഗുണമാകട്ടെ എന്നോർത്ത്. നിങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മെന്റലി അതൊരു ബുദ്ധിമുട്ടാവില്ല, ആർക്കും താല്പര്യം ഇല്ലായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പതുക്കെ വീഡിയോ കുറച്ച് വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ പറയൂ, ഗുണമില്ലെങ്കിലും പറയൂ. പക്ഷെ ജെനുവിൻ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കമന്റ് ഇട്ടല്ലോ 900 രൂപ പോയി എന്നും പറഞ്ഞ്. എങ്ങനെ പോയി, എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഒന്നില്ലേ അവർക്ക് ചാനൽ മാറിയതായിരിക്കാം, അതെന്തെങ്കിലും ആട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്, നമ്മുടെ വളത്തിലേക്കൊക്കെ പോകാം. ഇത് ഞാൻ 2 സാധനമാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റിന്, ഇത് അടീനിയത്തിന്. അപ്പോൾ അടീനിയം സീരീസ് 3യിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഇവിടെ ഞാൻ നമ്മുടെ പ്ലാന്റിന് ഈ വളങ്ങളൊക്കെ കൊടുത്തിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, പൂക്കളുമുണ്ട്, ചിലതിലൊക്കെ മുട്ടായി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞത് ഇതുപോലത്തെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അതൊക്കെ ഒന്ന് അടത്തി കളയുക കേട്ടോ. ചുമ്മാ കൈകൊണ്ടും തൊട്ട് കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെ പോയും എടുത്ത് ദൂരോട്ട് കളയുക. ഈ പ്ലാന്റിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ, ഞാനത് ഇട്ടില്ല, ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പ്ലാന്റ് അത് കാണിച്ചു തന്നു നിങ്ങൾക്ക്. ഇന്ന് കൊടുക്കുന്ന വളം ഞാൻ ഈ പ്ലാന്റിന് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 3 മുട്ടയുള്ളൂ വിരിയാനായിട്ട്. അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവന് ഗ്രോത്തിനുള്ള വളമാണ് കൊടുക്കേണ്ടത്, ഫ്ലവറിങ്ങിനുള്ളതല്ല. അതുകൊണ്ട് ഇതിന് മാത്രം ഞാൻ ഇന്ന് നമ്മുടെ ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നില്ല. ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ ഒരു വളം കൊടുത്തിട്ട് കിട്ടുന്ന ഒരു ഗുണം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കേട്ടോ, അല്ലാതെ വേറെ വീഡിയോ വലിച്ചു നീട്ടാനല്ല. അതോ അങ്ങനെ ആരും വിചാരിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും പൂ വിരിയണം, ഒരു പ്ലാന്റ് വെച്ചാൽ എല്ലാവർക്കും പൂ വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര കാര്യമായിട്ട് ഓരോന്നിനും ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഇലകൾ ഇതിൻ്റെയൊക്കെ ചോട്ടിൽ കിടന്നാൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവിടെ ഇട്ടേക്കരുത്, അതെടുത്ത് കളയണം. അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് ഫംഗസ് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് വളം എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വളം ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറാണ്. അതായത് 13, 27, 27. പിന്നെ ഇതിൻ്റെ കൂടെ 2 വളമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് നമ്മുടെ സാഫാണ് കേട്ടോ. ഇതിനകത്ത് സാഫാണ്. ഇത് 2 കൂടെയാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. നമുക്ക് അടീനിയത്തിന് അറിയാലോ, ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ്, അടീനിയത്തിനല്ല എല്ലാ പ്ലാന്റിനും നമ്മൾ സാഫ് കൊടുക്കണം, എന്നാലേ ഫംഗസ് അറ്റാക്കിൽ നിന്ന് നമുക്കത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഈ അറിയാലോ 13, 27, 27 എന്നുള്ള വളത്തിൻ്റെ കളർ. ഇതാണ് ഒരു യെല്ലോ കളർ, ഓറഞ്ച് യെല്ലോ എന്നൊക്കെ പറയാം. നല്ല സ്മെല്ലുമാണ് കേട്ടോ. സാഫ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ ഇന്നത് കൊടുക്കുന്നത് നമ്മുടെ ഈ വളം 1 ലിറ്ററിന് 1 സ്പൂണ്, അതായത് 1 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാമാണ് ഈ വളത്തിൻ്റെ അളവ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 4 സ്പൂണ് സാഫും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 2 കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് നമ്മുടെ വളം കൊടുക്കുന്നത്. ഒന്ന് 2 3 4 5 6 7 8 9 10. കണ്ടല്ലോ, 10 സ്പൂണാണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിന് 1 സ്പൂൺ എന്ന കണക്ക്. സാഫ് നമുക്ക് കുറച്ച് മതി, ഒരു 4 സ്പൂൺ കൊടുക്കാം. 1
2 3 4. ഇത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ പ്ലാന്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചൂടിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലല്ലേ, സോറി. ദേ ഈ രീതിയിൽ നമ്മുടെ പ്ലാന്റിലെല്ലാം ഇതങ്ങ് കൊടുക്കുക. നമുക്ക് പൂ വരുമെന്നേ, നമ്മുടെ പ്ലാന്റിന് പൂ വരും. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്ലാന്റിൽ നല്ല ഫ്ലവർ കിട്ടും. അപ്പം എപ്പോഴും പറഞ്ഞ പോലെ മൊത്തം കാണിക്കേണ്ട കാര്യമില്ലല്ലോ, കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ കുറച്ച് അഡീനിയം പ്ലാന്റ് സെയിലിനുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. അതിൻ്റെ കുറച്ച് ഫ്ലവർ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പ്ലാന്റ് അയച്ചു തരാം. അപ്പം ഇത് കണ്ടോ, നമ്മുടെ പ്ലാന്റ് ഒക്കെ നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഫെർട്ടിലൈസർ കൊടുക്കുക, ഒത്തിരി കൊടുക്കാതെ അതിനാവശ്യത്തിനുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ആകാൻ നമുക്ക് ഫ്ലവർ കിട്ടും. എപ്പോഴും ഈ ഇതിൻ്റെ ചോട്ടിൽ എന്ന് നിങ്ങൾ നോക്കുക, ഒരു സാധനവും ഇതിൻ്റെ ചോട്ടിൽ ആവശ്യമില്ലാതെ ഒരു ഇലകളോ അതിൻ്റെ പോലും ഇലകളോ പൂക്കളോ ഒന്നും ഇട്ടേക്കരുത്, എല്ലാം പെറുക്കി മാറ്റുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗുണകരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആർ സി ഗാർഡൻ എന്ന ഫാമിലി ഒരു അംഗമാവുക. ഹൈപ്പ്, ഷെയർ, ലൈക്ക് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.